അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പതഞ്ഞിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇത് അധികാർക്കും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ നോർമലായിട്ട് ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് അളവിൽ, ഒരു കപ്പ് പച്ചരിക്കാണ് കേട്ടോ 1/4 കപ്പ് അളവിൽ പുഴുങ്ങലരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി തന്നെ, സാധാ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കഴുകിയെടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ആ ഒരു തിളച്ച വെള്ളം ചേർക്കുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മുഴുവനായിട്ട് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല തിളച്ച വെള്ളത്തിൽ വേണം നമ്മളിത് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മണിക്കൂർ മതിയാവും. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്കാണ് കേട്ടോ 1/4 കപ്പ് അളവിൽ ഉഴുന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്നിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരു 1/2 to 1/4 കപ്പിൽ ഏതളവിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അതും നല്ലപോലെ ഒന്ന് കഴുകി കളയുന്നുണ്ട്. അതിന് ശേഷം അതും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഈ ഒരു ഉഴുന്നിൻ്റെ വെള്ളം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരിയുടെ വെള്ളം നമുക്ക് ഒഴിവാക്കണം, കാരണം ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് മൊത്തമായിട്ട് പോവണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം ഉഴുന്ന് മാത്രം. ഇനി നമ്മളിതുപോലെ ഒരു മരത്തിൻ്റെ തവി എടുക്കുക കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലാണെങ്കിലും മതി. അതിന് ശേഷം അത് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച ആ ഒരു ജാറിലേക്ക് തന്നെ അരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയും ഇതേ രീതിക്ക് തന്നെ നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം നമ്മളെ ദോശ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ ഈ ഒരു അരി ഉഴുന്നും കൂടി തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ രാവിലെ അല്ലേ സാധാ ചേർക്കാറുള്ളത്, അതിന് പകരമായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ഒരു ചെറിയ പാത്രം ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, കാരണം നല്ലപോലെ ഒന്ന് പൊങ്ങിയിട്ട് വരും. ഇനി നമ്മളൊരു 2 പ്രാവശ്യം കൈ കൊണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് മിക്സ് ചെയ്യാറുണ്ടാവും. അപ്പം അതും കൂടിയും ഈ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മളെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. രാത്രി മാവ് ചെയ്തെടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാവും. ആ ഒരു സമയത്തേക്ക് തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഇളക്കരുത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രി തന്നെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ തടവിയിട്ടുള്ള ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലിയോ ഇനി ദോശമാവാണെങ്കിൽ ദോശക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയതിന് ശേഷം ദോശയും ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ആവി കയറ്റിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു മരത്തവി വെച്ച് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യും, ഒരു ചെറിയ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഉഴുന്നൊന്ന് അരച്ചെടുക്കുകയും ചെയ്താൽ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിക്ക് ആരും ഇതുവരെ ഇഡ്ഡലി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ.